നെഞ്ചിരിച്ചിലും സ്ട്രെസ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ ഈ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചിട്ട് വിട്ടുമാറാത്ത ഈ നെഞ്ചിരിച്ചിൽ പുളിച്ചുതേട്ടലൊക്കെ സ്ട്രെസ്സായിട്ട് റിലേറ്റഡ് ആണ്. ആക്ച്വലി നമുക്ക് ഈ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിസോൾ ലെവൽ കൂടും. അങ്ങനെ കോർട്ടിസോൾ ലെവൽ കൂടി കഴിഞ്ഞാൽ ഈ വയറിനകത്ത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കൂടും. അങ്ങനെയാണ് ഈ പുളിച്ചുതേട്ടലും നെഞ്ചിരിച്ചിലൊക്കെ വരുന്നത്. ഇതിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത് സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡൈജഷൻ ഒന്ന് സ്ലോ ആകും. അപ്പൊ ആസിഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടും. അങ്ങനെ ഇത് ഈ കഴിച്ച ഭക്ഷണം ദഹിക്കാതെ മുകളിലോട്ട് ഇങ്ങനെ തേട്ടി വരും. നമ്മുടെ ഈ ഗട്ടും അതുപോലെ തന്നെ ഈ ബ്രെയിനും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട്. ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നാണ് അതിന് പറയുന്നത്. അതായത് നമ്മുടെ ഇമോഷണൽ ഹെൽത്തും നമ്മുടെ ഈ ഡൈജസ്റ്റീവ് ഹെൽത്തും തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അപ്പൊ സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള പരിഹാരം. ഇതിനായിട്ട് നമ്മൾ ഈ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ യോഗ, ബ്രീതിങ് എക്സസൈസുകൾ, പിന്നെ നമ്മൾ ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, ഇതിനോടൊപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അണ്ടർ കൺട്രോളിൽ വരും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നെല്ലിക്ക നന്നായിട്ട് കഴിക്കുക, അത് വൈറ്റമിൻ സി റിച്ച് ആണ്. അതുപോലെ തന്നെ അശ്വഗന്ധ നന്നായിട്ട് കഴിക്കുക. ഈ അശ്വഗന്ധ എന്ന് പറയുന്നത് ഒരു പവർഫുൾ അഡാപ്റ്റജൻ ആണ്. അതുപോലെ തന്നെ പശുവിൻ നെയ്യ് കിട്ടുവാണെങ്കിൽ അത് കഴിക്കാം. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനവും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ത്രിഫല ഇതിനോടൊപ്പം കഴിക്കുന്നതും വളരെ എഫക്റ്റീവാണ്.